അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പാരത്രികമായ ഒരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുകയും ഈ ലോകത്ത് അവൻ ചെയ്ത സുഹൃതങ്ങൾക്ക്, നന്മകൾക്ക് നാളെ മറ്റൊരു ലോകത്ത് വെച്ച് അവന് പ്രതിഫലം ലഭിക്കപ്പെടും എന്നും ആത്മാർത്ഥമായും ദൃഢമായും വിശ്വസിക്കുന്നവനാണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത്. എന്നാൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് താൻ എന്ത് സമ്പാദിച്ചു, ഈ ലോകത്ത് താൻ എന്തൊക്കെ സുഹൃതങ്ങൾ നേടിയെടുത്തു, അതുമാത്രമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യമായിട്ട് അവന് പരിഗണിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രഥമമായി ഭൗതികപരമായ നിലക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരുപാട് വ്യത്യാസങ്ങൾ ഒരു വിശ്വാസിയെയും അവിശ്വാസിയെയും സംബന്ധിച്ചുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെയും അതുപോലെ പരസ്പര സഹവർത്തിത്വത്തോടെ കഴിയുന്നതിൻ്റെയൊക്കെ പ്രാധാന്യം അവർ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ്. തൻ്റെ കൂടെ തൻ്റെ സഹോദരനെ, തൻ്റെ അയൽവാസിയെ, തൻ്റെ കുടുംബത്തിനെയൊക്കെ പരിഗണിക്കണമെന്നും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണമെന്നുമുള്ള അധ്യാപനങ്ങൾ ഒരു വിശ്വാസിക്ക് മാത്രമേ ഉൾക്കൊള്ളാനും വിശ്വാസ സമൂഹത്തിൽ മാത്രമേ അത് പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെ സത്യദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായി കൊണ്ട് തന്നെ അപരൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടും അവനോട് കരുണ കാണിക്കുന്നതിനോടും അവൻ്റെ പ്രയാസങ്ങളിൽ അവനോട് സഹതപിക്കുന്നതിനോടും ഒക്കെയുള്ള പ്രാധാന്യം നിരവധി ഹദീസുകളിലൂടെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ മഹത്തുക്കളായിരിക്കുന്ന സ്വഹാബികളെ കുറിച്ചും ഹബീബായ റസൂലിനെ കുറിച്ചുമൊക്കെ പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും എന്നാണ്. അവർക്കിടയിൽ പരസ്പരം റഹ്മത്ത് ചെയ്യുന്ന റാഹിമീങ്ങളായിരിക്കുന്ന ആളുകളാണ് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച്. പരിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക്, മഹത്തുക്കളായിരിക്കുന്ന സ്വഹാബികൾ അടക്കമുള്ള ആളുകൾക്കുള്ള വളരെ വിശ്വാസികളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. അവർ പരസ്പരം കരുണയുള്ളവരായിരിക്കും, റഹ്മത്തുള്ളവരായിരിക്കും. എന്നാൽ ഭൗതികതയിൽ മാത്രം അഭിരമിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ ഭൗതികമായ ലോകത്തുള്ള നേട്ടം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ തൻ്റെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയും അതുപോലെ തൻ്റെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും പ്രവർത്തിക്കുക എന്നത് നമുക്ക് ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് പരിശുദ്ധ ദീൻ ഈ ഒരു വഴിയിലേക്ക് നമ്മെ തിരിച്ചുവിടുന്ന നിരവധി ഹദീസുകൾ കാണുമ്പോൾ എത്രത്തോളമാണ് തൻ്റെ സഹോദരനെ, തൻ്റെ അയൽവാസിയെ, തൻ്റെ ബന്ധങ്ങളെ, തൻ്റെ മിത്രങ്ങളെയൊക്കെ പരിഗണിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നത് നമുക്ക് പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, സുമ്മ കാന മിനൽ ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ. മർഹമത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട്, അനുകമ്പ കൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്യാനുള്ള ഖുർആനിൻ്റെ ആഹ്വാനം. ഹബീബായ റസൂൽ അവിടുന്ന് സുഹാബികളോട് പരസ്പരം റഹ്മത്ത് ചെയ്തിരുന്ന അവിടുന്ന് മറ്റു ജരാചരങ്ങളോട്, മറ്റു സൃഷ്ടികളോട്, മനുഷ്യനും കല്ലും മരവും അടക്കമുള്ള എല്ലാ ജീവജാലങ്ങളോടും അവിടുക്ക് റഹ്മത്തായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്നായിട്ടാണ്, എന്ന ഒരു സർട്ടിഫിക്കേഷനോടുകൂടിയാണ്, ഒരു ലേബലോടുകൂടിയാണ് ഹബീബായ റസൂലിനെ അല്ലാഹു ഈ ലോകത്തേക്ക് അയച്ചത് തന്നെ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരും സഹവർത്തിത്വമുള്ളവരുമായിരിക്കും. വിശ്വാസികളുടെ ഒരു ഗുണമാണത്. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വ തറാഹുമിഹിം. ഹബീബായ റസൂലിൻ്റെ ഈ ഒരു ഹദീസ് നമുക്ക് വിശദീകരിക്കുമ്പോൾ വളരെ ആഴത്തിൽ നമുക്കതിൻ്റെ ആശയങ്ങളിലേക്ക് പോകാൻ കഴിയും. മുഅ്മിനീങ്ങളുടെ ഉപമ അവർ പരസ്പരം അവരുടെ സ്നേഹത്തിൻ്റെയും അവരുടെ പരസ്പരമുള്ള കാരുണ്യത്തിൻ്റെയും പരസ്പരമുള്ള മയം ചെയ്യുന്നതിൻ്റെയും സഹതാപത്തിൻ്റെയും ഒക്കെ അവരുടെ ഉപമ എന്ന് പറയുന്നത് ഒരു ശരീരത്തിൻ്റെ ഉപമയാണ്. നമ്മുടെ ശരീരം പോലെയാണ്. എന്താ ശരീരത്തിൻ്റെ പ്രത്യേകത? ഇദസ്തകാ മിൻഹു ഉളുവുൻ. ആ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് വല്ല രോഗവും ബാധിച്ചാൽ തദാഅ ലഹു സായിറുൽ ജസദ്. ആ ശരീരത്തിൻ്റെ രോഗം കാരണം അവൻ്റെ മറ്റു ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുഴുവനും അതിനോട് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കാലിനൊരു മുറിവുണ്ടായി, ആ മുറിവ് കാരണം മറ്റു ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ അതിൻ്റെ ഒരു പ്രയാസമുണ്ടാകുന്നു, അല്ലെ? ചിലപ്പോൾ പനിക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു രോഗം കാരണം നമ്മുടെ ശരീരം മുഴുവനും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ അതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. ആ വിശ്വാസികളിൽപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ വേദനകളോ വന്നു കഴിഞ്ഞാൽ
അത് എല്ലാവരുടെയും വേദനയായി കണക്കാക്കാനുള്ള ഒരു മാനസികാവസ്ഥ വിശ്വാസിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മുഅ്മിനീങ്ങളുടെ ഒരു അടയാളമായിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, നമ്മുടെയൊക്കെ അയൽപക്കത്തോ നമ്മുടെയൊക്കെയുള്ള വിശ്വാസി സമൂഹത്തിൽ ആർക്കെങ്കിലും ഒരു വേദനയുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ, അത് നമ്മുടെ വേദനയായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാകുന്നത് എന്ന് ഹബീബായ റസൂൽ പറഞ്ഞു വെക്കുകയാണ്. റഹീമൂന ഇർഹമുഹുർ റഹ്മാൻ ഇർഹമു അഹ്ലൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളോടാണ് ആഹ്വാനം, ഭൂമിലോകത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, എന്നാൽ യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി പറയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ റഹ്മത്ത് നിരന്തരമായി ഇറങ്ങാനുള്ള ഒരു കാരണമായിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട വിഷയമായിക്കൊണ്ട് ഹബീബായ റസൂൽ പറയുക, ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനായ ജഗന്നിയന്താവായ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിനും വലിയ റഹ്മത്ത് കാരണത്താൽ ചൊരിച്ചു തരും എന്നതാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അന്യൻ്റെ വേദനക്കൊപ്പം നിന്നുകൊണ്ട് ഒരു എംപത്തറ്റിക്കലായിട്ടുള്ള അവൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ്റെ പ്രയാസങ്ങളിൽ അവനോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് ജീവിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് തിരു ഹദീസുകളിൽ ഉടനീളം നമുക്ക് കാണുന്നത്. ഒരൊറ്റ ഹദീസ് മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയാലുക്കളാകരുത്. ഉലാ തനാജസു, നിങ്ങൾ കച്ചവടത്തിൽ നജിസ് നടത്തരുത്. നജിസ് കച്ചവടം എന്ന് പറഞ്ഞാൽ ചരക്ക് വാങ്ങണം എന്ന ഉദ്ദേശമില്ലാതെ വില പറഞ്ഞ സാധനത്തിൻ്റെ വില ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നജിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ആളൊരു സാധനം വിൽക്കാനും ബി എന്ന് പറയുന്ന ആൾ അത് വാങ്ങാനും വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ബി എന്ന ആളിങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് സി എന്ന് പറയുന്ന ഒരാളിങ്ങനെ വരും. ഉദാഹരണം പറയാം, ഒരു പോത്താണെന്ന് വിചാരിക്കുക, ഒരു 30,000 രൂപയാണ് അതിൻ്റെ ശരിക്കുള്ള വില. അപ്പോൾ ബി എന്ന് പറയുന്ന ആൾ 30,000 കൊടുത്തത് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ തയ്യാറാകുന്ന സമയത്ത് സി എന്ന് പറയുന്ന ഇവർ തന്നെ സെറ്റപ്പ് ചെയ്ത ഒരാളെ വരികയാണ്. അയാൾ പറയാണ്, ഞാനിതിന് 40,000 തരാം. അപ്പോൾ ഈ സാധു വിചാരിക്കുകയാണ്, ഇതിന് 40,000 മതിപ്പ് വരെയുള്ള ഒരു സാധനമാണ്, ഇനി നിങ്ങളായതുകൊണ്ട് തരികയാണ് എന്ന് പറഞ്ഞിട്ട് 30ൻ്റെ ഒരു സാധനം 35. അതായത് വാങ്ങണം എന്ന ഉദ്ദേശമില്ലാതെ കച്ചവടത്തിൻ്റെ വില അല്ലെങ്കിൽ കച്ചവടത്തിൽ ഏർപ്പെടുക, അതിൻ്റെ ചരക്കിൻ്റെ വില കൂട്ടുന്ന ഒരു കച്ചവടത്തിലെ ഒരു ചതിപ്രയോഗമാണ് നജിസ് എന്ന് പറയുന്നത്. അതിനെയും ഹബീബായ റസൂൽ ഒന്ന് നിഷേധിക്കുകയാണ്, ചെയ്യരുതെന്ന് പറയുകയാണ്. ഒരാ തബാഗലു, നിങ്ങൾ പരസ്പരം കോപ്പിക്കരുത്, അനാവശ്യമായ കോപങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാവരുത്. ഒരാ തദാബറു, പരസ്പരം നിങ്ങൾ പുറംതിരിഞ്ഞ് കളയരുത്. ഞാൻ കാണുമ്പോൾ ഓനിപ്പോൾ ഞാൻ വഴിക്ക് വരുന്നുണ്ട്, ഞാനിപ്പോൾ ആ വഴിക്ക് ഇറങ്ങണില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം വഴി തിരിഞ്ഞു പോകുന്ന, പുറം തിരിഞ്ഞു പോകുന്നവരായി നിങ്ങൾ മാറരുത്. നിങ്ങളിൽ ചില ആളുകൾ പറഞ്ഞു വെച്ച കച്ചവടത്തിൻ്റെ മേൽ മറ്റൊരാൾ ചെന്നുകൊണ്ട് കച്ചവടം നടത്തരുത്. മറ്റൊരാൾക്ക് കച്ചവടം ഉറപ്പിച്ച് എഗ്രിമെൻ്റ് ഒക്കെ ഇട്ട് അഡ്വാൻസ് ഒക്കെ കൊടുത്തതാണ്, ഇനി നമ്മൾ അതിൻ്റെ ഇടയിൽ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അതിൻ്റെ മേൽ കച്ചവടം ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത്. വകൂനു ഇബാദുല്ലാഹി ഇഖ്വാന, നിങ്ങൾ അല്ലാഹുവിൻ്റെ ദാസന്മാരായി പരസ്പര സാഹോദര്യത്തോടുകൂടി ജീവിക്കണം. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു വിശ്വാസിയായ ഒരു മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഹോദരനാണ് മറ്റൊരു മുസ്ലിമാൻ എന്ന് പറയുന്നത്. ലാ യദ്ലിമുഹു, ഒരിക്കലും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ അതിക്രമിക്കരുത്, ആക്രമിക്കരുത്. വലാ യഖ്ദുലുഹു, അവനെ ചതിക്കരുത്. വലാ യക്ദിബുഹു, അവനോട് കളവ് പറയരുത്. വലാ യുഹക്റുഹു, അവനെ നിസ്സാരമാക്കി കളയരുത്. ഓനൊക്കെ ഒരു നിസ്സാരനാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരാളെ കുറിച്ചും വിചാരിക്കരുത്. അത്തഖ്വാ ഹാഹുന അത്തഖ്വാ ഹാഹുന അത്തഖ്വാ ഹാഹുന എന്ന് ഹബീബായ റസൂൽ 3 തവണ തൻ്റെ നെന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3 തവണ പറഞ്ഞു എന്നാണ്. ബിഹസ്ബി ഇംറിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഉൽ മുസ്ലിം, ഒരു വളരെ പ്രയാസം, ഒരു മുസ്ലിമായ തൻ്റെ സഹോദരനെ ഒരാൾ നിസ്സാരമാക്കി കളയുക എന്നുള്ളത് വളരെ ഷർറായ, വളരെ മോശപ്പെട്ട ഒരു സംഗതിയാണ്. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ, എല്ലാ മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിൻ്റെ മേൽ ഹറാമായ കാര്യങ്ങളിൽ പെട്ടതാണ് ദമുഹു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിശ്വാസിയുടെ രക്തച്ചൊരിച്ചിലുണ്ടാക്കാനോ അവനെ പ്രയാസപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ ആക്രമിക്കാനോ പാടില്ല. ഒമാലുഹു, അവൻ്റെ സമ്പത്ത് ആഗ്രഹിക്കാനോ അനധികൃതമായി അത് സമ്പാദിക്കാനോ ഒരിക്കലും ഒരു വിശ്വാസി മുതിരാൻ പാടില്ല. വഇർദുഹു, മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം ഏൽപ്പിക്കുന്ന രീതിയിൽ, മറ്റൊരാളുടെ അഭിമാനത്തിന് കളങ്കം വരുത്തുന്ന രീതിയിൽ ഒരിക്കലും ഒരു വിശ്വാസി പ്രവർത്തിപ്പിച്ചുകൂടാ. ഈ രീതിയിലുള്ള ഏറ്റവും ആഴത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അഖ്ലാഖുകളെ, സ്വഭാവങ്ങളെ, മഹിമകളായ സ്വഭാവങ്ങളെ ഹബീബായ റസൂൽ നമുക്ക് വിവരിച്ചു തരുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരസ്പരം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മുടെ വിശ്വാസിയായിക്കോട്ടെ അവിശ്വാസിയായിക്കൊള്ളട്ടെ, അവരുടെയും മറ്റുള്ളവരുടെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നമ്മുടെ പ്രയാസവും ബുദ്ധിമുട്ടുമായി കാണാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ അയൽവാസി നമ്മിൽപ്പെട്ടവനല്ലെങ്കിൽ പോലും, നമ്മുടെ ഖൗമല്ല എങ്കിൽ പോലും അവരെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും വേണമെന്നുള്ള പരിശുദ്ധ ദീനിൻ്റെ ഏറ്റവും മഹിതമായ പാഠങ്ങൾ, അധ്യായങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എത്രത്തോളം ഹബീബായ റസൂൽ പറയുന്നുണ്ട്, മാസാല ജിബ്രീൽ യൂസിനി ബിൽ ജാർ,
മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയൽവാസിയെ കൊണ്ട് എന്നോട് വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ഹത്താ ളനന്തു അന്നഹു ലയുവരിസന്നഹു, എത്രത്തോളം ഒരു അയൽവാസിക്ക് തൻ്റെ തൊട്ടടുത്ത അയൽവാസിയുടെ സമ്പാദ്യത്തിൽ സ്വത്തിൽ അനന്തരം വരെ ഉണ്ടായി പോകുമോ എന്ന് തോന്നിപ്പിക്കുമാർ മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ അയൽവാസിയെ ബഹുമാനിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെയും കുറിച്ച് എന്നോട് വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി പറയുമ്പോൾ നമ്മുടെ ബന്ധങ്ങളൊക്കെ ആ നിരത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരാൾക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അയാളോട് സപ്പോർട്ട് നിന്നുകൊണ്ട് അയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു പ്രയാസത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് നമ്മൾ അയാളുടെ പ്രയാസം നീക്കാനുള്ള സഹായം ചെയ്യുന്ന സമയത്ത് അത് അല്ലാഹുവിന് നമ്മൾ നൽകുന്ന കടമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ സാധുക്കളായ ആളുകൾക്ക് സദഖ നൽകുന്ന സമയത്ത്, അവർക്ക് നമ്മൾ ദാനധർമ്മങ്ങൾ നൽകുന്ന സമയത്ത് ആ ദാനധർമ്മങ്ങൾ നമ്മൾ അല്ലാഹുവിനാണ് കടമായി നൽകുന്നത്. അല്ലാഹുവിന് കടം നൽകുമ്പോൾ മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റൊരു മനുഷ്യന് കടം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ഇരട്ടിയോ പണത്തിൽ കൂടുതലോ അവൻ തിരിച്ചു വാങ്ങാൻ പാടില്ല, അത് പലിശയിൽ ഉൾപ്പെടും. എന്നാൽ അല്ലാഹു തആല പലിശ നൽകും എന്നാണ് പറയുന്നത്. ആരെങ്കിലും എനിക്ക് കടം നൽകിയാൽ അതിൻ്റെ ഒരുപാട് ഇരട്ടി കടം പ്രതിഫലങ്ങളായിട്ട് അല്ലാഹു തആല നമുക്ക് നൽകും എന്നാണ്. അതായത് നമ്മൾ നല്ല രീതിയിൽ ദാനധർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ, നമ്മൾ 100 കൊടുത്തതെങ്കിൽ അതിൻ്റെ ഇരട്ടിയായി 200, 300, 10,000, ലക്ഷവും ഒക്കെ ഇരട്ടി പ്രതിഫലമായി അല്ലാഹു തആല നൽകും. അല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. അല്ലാഹു തആലയാണ് പിടിച്ചു വെക്കുന്നവരും അത് നൽകുന്ന ആളും അവനിലേക്കാണ് മടക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ വിശ്വാസവുമായി നമ്മൾ കാണേണ്ടതും നമ്മുടെ സഹജീവികളോട്, സഹവിശ്വാസികളോട് നമ്മൾ ഇടപെടുകയും ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവരൻ്റെ പ്രയാസത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവനോട് സമരസപ്പെട്ടുകൊണ്ട് അവൻ്റെ പ്രയാസങ്ങൾ നീക്കാൻ നമ്മളാൽ കഴിയുന്ന ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ ഏർപ്പെടണം എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. കാരണം അവരൻ്റെ പ്രയാസത്തിൽ നീക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു മുഅ്മിനായ വ്യക്തിയുടെ ദുന്യവിയായ പ്രയാസങ്ങളിൽപ്പെട്ട ഒരു പ്രയാസം നീക്കാൻ, അത് നീക്കം ചെയ്തു കൊടുക്കാൻ ഒരാളെങ്കിൽ സഹായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും നീക്കം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഈ സഹായിച്ചു കൊടുത്ത വ്യക്തിക്ക് ഖിയാമത്ത് നാളിൽ അവൻ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങളെ അല്ലാഹു നീക്കി കൊടുക്കും എന്നാണ്. വമൻ യസ്സറ അലാ മുഅസ്സിരിൻ, ഞെരുക്കത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആരെങ്കിലും എളുപ്പം ചെയ്തു കൊടുത്താൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരാൾ പണം തരാനുണ്ട്, ആ പണം തരാനുള്ള ആൾ അതിൻ്റെ അവധി എത്തിയിട്ടുണ്ട്, അയാൾ പക്ഷേ ഇപ്പോൾ ഭയങ്കര ടൈറ്റിലാണ്, കിട്ടാനില്ല, അയാൾക്ക് പൈസ എടുക്കാനില്ലാന്നിട്ട് തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സാറില്ല, ഉണ്ടാകുമ്പോൾ കുറച്ച് കഴിഞ്ഞ് തന്നാൽ മതി. ഇങ്ങനെ മുഅസ്സിറായ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരാളുടെ പ്രയാസത്തിനെ നമ്മൾ എളുപ്പമാക്കി കൊടുത്താൽ അല്ലാഹു തആല ദുനിയാവിലും യസ്സറല്ലാഹു അലൈഹി ഫി ദുനിയ വൽ ആഖിറ, ആഖിറത്തിലും ദുനിയാവിലും അല്ലാഹു തആല അവനെ എളുപ്പമാക്കി കൊടുക്കും. അവൻ്റെ പ്രയാസങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകും. വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫി ദുനിയ വൽ ആഖിറ, ഒരു വിശ്വാസിയുടെ ഐബിനെ, ന്യൂനതയെ, അവനിൽ നിന്നൊരു വേണ്ടാത്ത കാര്യം അവൻ കണ്ടു, ആ കണ്ടത് എല്ലാ നാട്ടുകാരോടും പറഞ്ഞു നടക്കുകയല്ല നമ്മൾ ചെയ്യേണ്ട കാര്യം. നേരെ മറിച്ച് ഒരു തിന്മ കണ്ട സമയത്ത് അത് മറ്റുള്ളവരോടൊന്നും പറയാതെ അവനോട് പറയേണ്ടതാണെങ്കിൽ അവനോട് പറഞ്ഞ ആ കാര്യങ്ങൾ നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു തആല അവനെ തൊട്ട് മറച്ചു വെക്കും എന്നാണ് പറയുന്നത്. ആഖിറത്തിലും ദുനിയാവിലും, അതായത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ആരുടെ മുമ്പിലും വഷളാകേണ്ടി വരില്ല, നമ്മൾ മറ്റൊരാളെ വഷളാക്കിയിട്ടില്ലെങ്കിൽ. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖി, ഒരു ദാസൻ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹു അവനെയും സഹായിച്ചു കൊണ്ടേയിരിക്കും എന്ന് വളരെ അടിവരയിടേണ്ട, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉല്ലേഖനം ചെയ്തു വെക്കേണ്ട വാക്കുകളാണത്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ വിഷമങ്ങളിലൊക്കെ നമ്മൾ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു തആല നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടാകും. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴും ഉണ്ടാകും. കാരണം ഹബീബിൻ്റെ ഈ വാക്ക് ഒരിക്കലും കളവ് പറയാത്ത സ്വാദിഖുൽ മസ്ദൂഖായ ഹബീബായ റസൂലിൻ്റെ വാക്കാണ്. ഒരാൾ തൻ്റെ സഹോദരൻ്റെ വിഷമത്തിൽ, പ്രയാസത്തിൽ അവനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ സഹായം അവനും ഉണ്ടാകും എന്നുള്ള വളരെ മഹത്തരമായിരിക്കുന്ന വാക്ക് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ഹബീബായ റസൂലിൻ്റെ ഇതുമായി സംബന്ധിച്ച് നിരവധി സംഭവങ്ങൾ സ്വഹാബികൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹബീബായ റസൂൽ പറയണം, മഹാനായിരിക്കുന്ന അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിന്, ബൈനമാ നഹ്നു ഫീ സഫരി മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഹബീബായ റസൂലിനോടൊത്ത് ഒരു യാത്രയിലായിരുന്നു. ഇദാ ജാഅ റജുലുൻ അലാ റാഹിലതി ലഹു, ആ സമയത്ത് ഒരാൾ തൻ്റെ മൃഗപ്പുറത്ത് വന്നു.
അങ്ങനെ ഫജഅല യസ്രിഫു ബസ്റഹു യമീനൻ വശിമാല, അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതായത് അയാളുടെ വാഹനത്തിൽ സ്ഥലമുണ്ട്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അയാൾ നോക്കുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ ഡബിൾസ് കയറ്റാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ വാഹനത്തിൻ്റെ പുറകിൽ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു എന്നാണ്, മൻ കാന മഅഹു ഫദ്ലുൽ ലഹരീൻ, ആരുടെയെങ്കിലും കൂടെ മൃഗപ്പുറത്ത് വാഹനത്തിന് സ്ഥലമുണ്ട് എങ്കിൽ, അതായത് അവർ ദീർഘദൂര യാത്ര പോവുകയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും വാഹനത്തിൽ സ്ഥലമുള്ള ആൾ അവൻ്റെ കൂടെ ഫൽ യഉദ് ബിഹി അലാ മൻ ലാ ദഹറ ലഹു, അപ്പോൾ ആ വാഹനപ്പുറത്ത് സ്ഥലമില്ലാത്ത ആളുകളെ അവൻ്റെ കൂടെ കൂട്ടിക്കൊള്ളട്ടെ. വമൻ കാന ലഹു ഫദ്ലു മിൻ സാദിൻ, ആരുടെയെങ്കിലും അടുത്ത് ഭക്ഷണം, അതായത് യാത്രയിൽ കൊണ്ടുപോകാനും മറ്റുമുള്ള ഭക്ഷണം അധികമുണ്ടെങ്കിൽ ഫൽ യഉദ് ബിഹി അലാ മൻ ലാ സാദ ലഹു, ഭക്ഷണം കൂടെ ഇല്ലാത്തവൻ്റെ മേൽ അവനത് നൽകട്ടെ. അങ്ങനെ ഹബീബ റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു ഫദക്കറ മിൻ അസ്നാഫിൽ മാലി മാ ദക്കറ, സമ്പത്തിൻ്റെ വിവിധ ഇനങ്ങളെക്കുറിച്ച് അത് അധികമുള്ള ആളുകൾ അതില്ലാത്ത ആളുകൾക്ക് കൊടുക്കട്ടെ, ഇത് അധികമുള്ള ആളുകൾ ഇത് ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കട്ടെ. ഇങ്ങനെ ഹബീബ റസൂലുള്ളാഹി ഒരുപാട് അസ്നാഫുൽ മാൽ, സമ്പത്തിൻ്റെ വിവിധ വിഭാഗങ്ങളെ റസൂലുള്ളാഹി പറഞ്ഞു. അങ്ങനെ സ്വഹാബി പറയാണ്, ഹത്താ റഅയ്ന അനഹു ലാ ഹഖ്ക ലി അഹദിൻ മിന്നാ ഫി ഫദ്ലി, എത്രത്തോളം ഞങ്ങൾക്ക് കരുതി നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിൽ മിച്ചം വെക്കുന്ന ഒന്നിലും അവനവൻ അധികാരമില്ല എന്ന് നമുക്ക് തോന്നിപ്പിക്കുമാർ ഹബീബ റസൂലുള്ളാഹി അതിനെ ആവർത്തിച്ച് പറഞ്ഞു എന്നാണ്. അതായത് ഓരോരുത്തരും ചിന്തിക്കുകയാണ്, ഹബീബ റസൂൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി എൻ്റെ കയ്യിൽ എനിക്കൊന്നും പൈസ എക്സ്ട്രാ ആയിട്ട് സൂക്ഷിക്കാൻ കഴിയൂലേ, ആ രീതിയിലോളം റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറയാം. അപ്പോൾ അത്രത്തോളം ആയിരുന്നു സഹാബികൾക്കും ഹബീബ റസൂലിനും ഇടയിലുള്ള അവരുടെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടുള്ള അവരുടെ പരസ്പര സഹവർത്തിത്വത്തോടുകൂടെയുള്ള ജീവിതവും ആ മുഹാജിറുകളും അൻസ്വാറുകളും തമ്മിലുള്ള പരസ്പര സ്നേഹവും അവരുടെ പങ്കിടലുമൊക്കെ. ആ ഒരു പങ്കിടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ബദർ പോലെയുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ബദർ വരും എന്നല്ല പറഞ്ഞത്, അതുപോലെയുള്ള വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകുമെന്നാണ് ഹബീബ റസൂൽ ഇത്തരത്തിലുള്ള ഒരു ഉപമ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണോ എങ്കിൽ അല്ലാഹുവിൻ്റെ സഹായം നമ്മുടെ കൂടെയും ഉണ്ടാകും എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഒരൊറ്റ ഹദീസ് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ആരാണ്? അഹബ്ബുന്നാസ് ഇലല്ലാഹി അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമായ ആളുകളാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ. വഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജൽ സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമൽ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളുടെ മനസ്സിലേക്ക് സന്തോഷം പ്രവേശിപ്പിക്കുക എന്നാണ്. ഔ യക്ശിഫു അൻഹു കുർബതൻ, അല്ലെങ്കിൽ വിശ്വാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അപരൻ്റെ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുക എന്നുള്ളതാണ്. ഔ യഖ്ദി അൻഹു ദൈനൻ, അല്ലെങ്കിൽ തൻ്റെ സഹോദരൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കടത്തിൻ്റെയോ മറ്റു പ്രയാസത്തിൻ്റെയോ ബുദ്ധിമുട്ടിലെയോ നിന്ന് അയാളെ കരകയറ്റാനുള്ള സഹായം വീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഈ രീതിയിൽ അങ്ങനെ ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു നിരവധി കാര്യങ്ങൾ എണ്ണി പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ രീതിയിൽ നമ്മളും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ വാക്കുകൊണ്ട് കഴിയുമെങ്കിൽ അതുകൊണ്ട്, അതല്ല എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് കഴിയുമെങ്കിൽ അങ്ങനെ, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്ഥിതി കൊണ്ട് നമ്മൾ നടന്നാൽ അല്ലാഹുവിൻ്റെ സഹായം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. എവിടെയും നമ്മൾ കുടുങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാഹു തആല ഇരു ലോകത്തും ഒരു പ്രയാസവുമില്ലാതെ രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട ആളുകളെയും ദുന്യവിയും ഉഖ്റവിയുമായ പ്രതിസന്ധി പ്രയാസങ്ങൾ നേരിടുന്നതിനെ തൊട്ട് അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവരൻ്റെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അവനോടൊപ്പം സഹതപിക്കുവാനും അവൻ്റെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളും നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ട് അതിൽ വേദനയോടുകൂടി പങ്കുചേരാനും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമുള്ള ഒരു കഴിവിനെയും ത്വാഖത്തിനെയും ഒക്കെ അല്ലാഹു തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്സത്ത് ഇരു വീട്ടിലും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.